അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് വൺപ്ലസിൻ്റെ നോഡിൻ്റെ റിവ്യൂ ആണ്. വൺപ്ലസിൻ്റെ നോഡെന്ന് പറയുമ്പോൾ ഫോണല്ല, വൺപ്ലസ് അവന്മാർ ഫോൺ വിൽപ്പന നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ആരും മേടിക്കണില്ല, ഒടുക്കത്തെ വിലയാണ്, പിന്നെ ആരും മേടിക്കണത്. വൺപ്ലസ് ബഡ്സ് ഇറക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരുടെ പുതിയ ബഡ്സിൻ്റെ പേരാണ് വൺപ്ലസ് നോഡ് ബഡ്സ്. വേറൊന്നുമല്ല, അത്യാവശ്യം പ്രൈസ് കുറച്ചിട്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയൊരു പ്രൈസിൽ അവന്മാർ ഇറക്കുന്നതാണ്. അവന്മാർ ഫോൺ ഇറക്കിയ പോലെ തന്നെ ആദ്യം ഫോൺ ഇറക്കി എത്രയ്ക്കാണ്, 20,000-ന് 25,000 താഴെ ഇറക്കി, പിന്നെ 30,000 ആയി, 40,000 ആയി, 50,000 ആയി. ആൾക്കാർക്ക് മേടിക്കാൻ പറ്റാത്ത പ്രൈസ് ആയപ്പോഴത്തേക്ക് നോഡെന്ന് പറഞ്ഞ് പേരിട്ടേച്ചും അവന്മാർ വില കുറച്ച് ഫോൺ ഇറക്കി. ഇപ്പോൾ അവന്മാർ 20,000 ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 20,000 ആ ഫോൺ കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെയാണിത്. ആദ്യം അവന്മാർ ബഡ്സ് ഇറക്കി, വില കൂട്ടി ഇറക്കി, ഇപ്പം സാധാരണക്കാർക്ക് മേടിക്കാൻ വേണ്ടി വില കുറച്ചിറക്കി. അപ്പോൾ വൺപ്ലസ് നോഡ് ഫോൺ പോലെ ഒരു പരാജയമാണോ വൺപ്ലസ് ബഡ്സ് എന്നുള്ളത് നോക്കിയിട്ട് പറയാം. നോഡിൻ്റെയൊക്കെ ഒരു സീരീസ് ആയതുകൊണ്ടായിരിക്കും വൺപ്ലസ് നോഡിൻ്റെ ഫോണിൻ്റെയൊക്കെ ബോക്സ് വരുന്ന ഇതേ കളർ പാറ്റേൺ തന്നെയാണ്. വൺപ്ലസിൻ്റെ ഫോൺ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ബഡ്സ് ആയിക്കോട്ടെ, പാക്കിംഗ് ഒക്കെ കിടുവാണ് അവരുടെ. നമുക്കിത് ഇത്ര സാധനങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിള് ടൈപ്പ് സി കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഇയർ പ്ലഗ്സ് വരുന്നുണ്ട്. പിന്നെ ആരും വായിക്കാത്ത കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരാവശ്യമില്ലാത്തൊരു സ്റ്റിക്കറും വരുന്നുണ്ട്. എന്തിനാണ് ഇവർ സ്റ്റിക്കർ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു ഐഡിയ കിട്ടണില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചാർജിങ് കേസ് വരുന്നത്. നമ്മുടെ ബഡ്സ് ഇട്ട് വയ്ക്കുന്ന ചാർജിങ് കേസ് ഇതാണ്. കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബൾക്കിയാണെന്ന് പറയാം. ഇതിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ട് നമുക്ക് പോക്കറ്റിലൊക്കെ ഇടാൻ ഇച്ചിരി പാടായിരിക്കും. ഇട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മുഴച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആപ്പിളിൻ്റെ ഇയർബഡ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, അത്യാവശ്യം ബൾക്കിയാണ് സാധനം. ഈ മുകളിൽ കാണുന്ന വൺപ്ലസിൻ്റെ ലോഗോ ഉണ്ടോ, നല്ല സ്റ്റൈലിഷ് ലുക്കല്ലേ സാധനം. എനിക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണിത്. USB ടൈപ്പ് സി പോർട്ടാണ് വരുന്നത്. പിന്നെ സൂക്ഷിച്ച് നോക്കി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ വേറെ ഒന്നുമില്ല, നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ഏതെങ്കിലും ഫോൺ പെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കണം, എന്നാലേ ഇത് പെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോക്സിൻ്റെ ഔട്ട്സൈഡ് ഫുള്ള് നല്ല ഗ്ലോസിയാണ്. നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് അറിയാൻ മേല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫിംഗർ പ്രിൻ്റൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ കവറുകളൊക്കെ ഇപ്പോൾ കിട്ടി തുടങ്ങുമായിരിക്കും. കവർ കിട്ടി തുടങ്ങുകയാണെങ്കിൽ ഒരു കവർ മേടിച്ചിട്ടാൽ നല്ലതായിരിക്കും, ഇല്ലെങ്കിൽ പെട്ടെന്ന് സ്ക്രാച്ചൊക്കെ ആകാൻ ചാൻസ് ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഒരു യുണീക്ക് ആയിട്ടുള്ള ലുക്കാണ്. ഈ ഒരു ലുക്കിലുള്ള വേറൊരു ബഡ്സ് നമുക്ക് ഇപ്പോൾ ഇല്ലെന്ന് പറയാം. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ആപ്പിളിനെ കോപ്പി അടിച്ചിട്ട് ഒരു സെയിം ലുക്കിലാണ് സാധനം ഇറക്കണത്. പക്ഷേ ഇത് അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ലുക്കാണ്. എന്നാലും കുഴപ്പമില്ല. ലുക്ക് വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ലുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല, വേറൊന്നുമല്ല. ഇത് കുറച്ച് ബൾക്കി ലുക്കാണ്. നമ്മൾ ചെവിയിൽ വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കുറച്ച് വീതി കൂടുതലുള്ളതുകൊണ്ട് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം ഇതിൻ്റെ ടച്ച് കൺട്രോൾസ് ആണ്. നമ്മൾ ഏത് ബഡ്സ് വാങ്ങിച്ചാലും ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ ആ ടച്ച് കൺട്രോൾ എവിടെയാണ് തപ്പി നടക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. ആ ടച്ച് കൺട്രോൾ ചെയ്യുന്ന ഭാഗം അത്യാവശ്യം നല്ല ഗ്ലോസിയാണ്. അതുമല്ല കുറച്ചൊരു പ്രൊജക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടച്ച് ചെയ്യാണ്ട് പെട്ടെന്ന് മനസ്സിലാവും, ഇവിടെയാണ് ടച്ച് ചെയ്യേണ്ടതെന്നുള്ളതും പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. 12.4 mm വരുന്ന ടൈറ്റാനിയം കോട്ടഡ് ആയിട്ടുള്ള ഡ്രൈവറാണ് വരുന്നത്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സൗണ്ടും വരുന്നുണ്ട്. പക്ഷേ ഈ ഡോൾബി അറ്റ്മോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നില്ലെങ്കിൽ OnePlus 7 അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് കിട്ടുള്ളൂ. ബാക്കിയുള്ള ഒരു ഫോണിൽ നമുക്ക് ഡോൾബി അറ്റ്മോസ് കിട്ടില്ല. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന വൺപ്ലസിൻ്റെ ഫോണല്ല, ഒരു ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹേ മെലഡി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു ഫീച്ചർ ഇതിൻ്റെ കോൾ ക്വാളിറ്റിയാണ്. വേറൊന്നുമല്ല, ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം നല്ല നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്കങ്ങനെ നോയ്സ് കാര്യങ്ങളൊന്നും ഉള്ളിൽ വരുവോ ഇല്ല. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒരു ബഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം സൗണ്ട് ആണല്ലോ. സൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബേസ് ആണ്. അത്യാവശ്യം നമ്മൾ ബേസ് ആണ് എല്ലാവർക്കും ഒരു 90% ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബേസ് ആണ്. അങ്ങനെ ബേസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ണും പൂട്ടി മേടിക്കാം. വേറൊന്നുമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ബഡ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ബേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സൂപ്പറാണ്. സൗണ്ട് ക്വാളിറ്റിയും കൊള്ളാം, അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ കുറച്ച് ബേസ് കൂടുതലുണ്ടെന്ന് പറയാം. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നതിൻ്റെ ടച്ച് കൺട്രോൾസിൻ്റെ കാര്യം. ടച്ച് കൺട്രോൾസ് കാണാനുള്ള ലുക്ക് മാത്രമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വർക്കും ആകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് ഇത് ഒറ്റ ചാർജിൽ ഏകദേശം 7 മണിക്കൂർ കിട്ടുമെന്നാണ്. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ടെങ്കിൽ 5 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടിയിട്ടുള്ളൂ, 7 മണിക്കൂറൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ 30 മണിക്കൂർ ബോക്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടില്ല. പക്ഷേ എന്നാലും ഞാൻ ഒരു ഫുൾ ഡേ ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒറ്റ ചാർജിൽ ഒരു 5 മണിക്കൂറൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അതിന് മുകളിലോട്ട് കിട്ടിയിട്ടില്ല, 5 മണിക്കൂർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, IP55 റേറ്റഡ് ആണ്. ചെറുതായിട്ടൊന്ന് വേർത്താലോ അല്ലെന്നുണ്ടെങ്കിൽ
ചാറ്റമഴ നനഞ്ഞാലൊന്നും കുഴപ്പമുണ്ടാകില്ല. ഇതുമായിട്ട് വെള്ളത്തിലൊന്നും ചാടി കുളിക്കാൻ നിൽക്കരുത്, സംഭവം പോകും. നമ്മൾ ഈ ബഡ്സിൻ്റെയൊക്കെ വീഡിയോ ഇടുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരുന്നത് ഇത് ഗെയിമിങ്ങിനൊക്കെ പറ്റുമെന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റാണ്. ഇത് ഗെയിമിങ്ങിന് പറ്റുമെന്ന് ചോദിച്ചാൽ ലേറ്റൻസി ഒക്കെ ഇച്ചിരി കുറവാണ്. പക്ഷേ ഞാൻ ഗെയിം കളിച്ചിട്ട് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. അപ്പം ഏത് ബഡ്സ് ആണെങ്കിലും ഗെയിമിങ്ങിന് അത്ര പറ്റിയ ബഡ്സ് ഒന്നും നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ പറ്റിയൊരു ബഡ്സ് ആണെന്ന് ചോദിച്ചാൽ ഗെയിം കളിക്കേണ്ടവർക്ക് കളിക്കാം, പക്ഷേ അത്ര നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയല്ല. പിന്നൊരു കാര്യമുള്ളത്, ഇത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 മണിക്കൂറൊക്കെ യൂസ് ചെയ്യാനുള്ള ചാർജ് കയറും എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 2800 രൂപയ്ക്ക് 3000 രൂപ താഴെ ഇതിനും നല്ലൊരു ബഡ്സ് കിട്ടുമെന്ന് എനിക്ക് തോന്നാനില്ല. വേറൊന്നുമല്ല, മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ് സാധനം. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവർ ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബഡ്സ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ല പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്. സാധാരണ ബഡ്സുകളുടെ അല്ല ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ ക്വാളിറ്റിയാണ്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ കോൾ ക്വാളിറ്റിയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന ആൾക്ക് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സംഭവം കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കോൾ ചെയ്തിട്ട് ആരും എനിക്ക് ഒരു കംപ്ലയിൻറ്റും പറഞ്ഞിട്ടില്ല. ഞാൻ എടുത്ത് ചോദിച്ചു സംഭവം കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടും പക്ഷേ ഒരു നോയ്സും ഇല്ല, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കോൾ ക്വാളിറ്റിയാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളത് ബേസാണ്. അപ്പം ഞാൻ കൂടുതലും കേൾക്കുന്ന അങ്ങനെയുള്ള പാട്ടുകളാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. കാര്യം പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ബേസൊക്കെ കൂടുതലുണ്ട്, അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചെവി തുളഞ്ഞു പോകുന്ന സൗണ്ടൊന്നുമല്ല, എന്നാൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബേസും നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടും ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ചെവി വച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് നമ്മുടെ ചെവിയിൽ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഓടിയാലും ചാടിയാലും പോവുകയില്ല. എനിക്കിതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഒരു ലുക്കാണ്. അത് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ. ചിലപ്പോൾ മേ ബി വേറൊരാൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടാം. ഇത് ഇച്ചിരി വീതി കൂടിയതായിട്ട് എനിക്ക് തോന്നി, കുറച്ച് സൈസ് കൂടിയ പോലെ തോന്നി. ഈ പ്രൈസിൽ ഇത് മുതലാണെന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ആണ്, കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആകെ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടുള്ളത് ബിൽഡ് ക്വാളിറ്റിയിൽ മാത്രമാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി സൗണ്ട് ക്വാളിറ്റി ആയിക്കോട്ടെ, കോൾ വിളിക്കുന്നതിലായിക്കോട്ടെ, എനിക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും മേജറായിട്ട് വ്യത്യാസം തോന്നിയിട്ടില്ല. ഇതിന് കുറച്ച് വില കൂടുതൽ കൊടുത്തു എന്നല്ലാണ്ട് വേറെ ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു 3000 നിങ്ങളുടെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ഈ 1500 1000 കിട്ടുന്ന ചാത്ത ബഡ്സ് മാറ്റിയിട്ട് ഒരു 2800 രൂപ ഈ ബഡ്സിൽ മുടക്കിയെന്ന് വെച്ചാൽ ഒരു നഷ്ടവും ഇല്ല. അപ്പോൾ നമുക്ക് വേറെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.